നാട്ടിലുണ്ടല്ലോ വീട്ടമ്മമാരിപ്പോൾ കടന്നുറങ്ങാൻ പോണതിന് മുന്നേ തന്നെ ചിന്തിക്കും നാളെ ഇപ്പോൾ ഞാൻ ആ ബീഫ് കൊണ്ട് എന്ത് റെസിപ്പി ഉണ്ടാക്കും. നമുക്ക് ഇതൊന്നും ഉണ്ടാക്കി നോക്കിയാലോ. എന്തായാലും ഇതാണ് നല്ല അടിപൊളി ബീഫിൻ്റെ ഇടിയിറച്ചി. ബീഫ് കൊണ്ട് പല പുതിയ പുതിയ ഐറ്റംസ് ട്രൈ ചെയ്ത് നോക്കാനുള്ള ബെസ്റ്റ് ടൈമാണുള്ളത്. എന്തായാലും നമുക്ക് ഇതൊന്നും ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ എല്ലില്ലാത്ത ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുകൊണ്ട് കുക്കറിൽ ഒരു 3-4 വിസിൽ വേവിക്കുക. നല്ല വെന്ത് ഉടയാനൊന്നും പാടില്ല. പിന്നെ അത് നമുക്ക് മിക്സിയിലിട്ടിക്കാണ്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക. ഭയങ്കരമായിട്ട് അൽക്കുലത്താവരുത്, ഇതേപോലെ കിട്ടണം. എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് മുളക് പൊടീൻ്റെ ആവശ്യമില്ല, വേണ്ടല്ലോ ഇട്ടാൽ മതി. കുരുമുളക് പൊടിയാണ് ബെസ്റ്റ്. അതൊക്കെ ഇട്ട് ഒന്ന് തിരുമ്മി വെക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ചെറുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക. അതും വല്ലാതെ ഉടഞ്ഞു പോകാൻ പാടില്ല. പിന്നെ നമുക്ക് പാൻ എടുപ്പത്ത് വെക്കുക, ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു തുള്ളി നല്ല കേട്ടോ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ അതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോഴേക്ക് നമുക്ക് ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇടിയിറച്ചി ഇട്ടിക്കാണ്ട് ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കുക. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് പെട്ടെന്ന് സെറ്റായി വരും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്ര എളുപ്പമുള്ളൊരു സാധനമാണിത്. അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ക്രഷ്ഡ് ചില്ലി കൂടെ ഇട്ടെടുക്കുക. പിന്നെ കുരുമുളക് പൊടി വേണ്ടവർക്ക് വീണ്ടും ഇടുക. ഞങ്ങൾക്ക് പിന്നെ എരിവ് വല്ലാതെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി വരും കേട്ടോ. ഇനി കുറച്ച് ഗരം മസാലപ്പൊടി കൂടി ഇട്ടാൽ നമ്മുടെ പരിപാടി തീർന്നു. കണ്ടോ, നല്ല അടിപൊളി സാധനമല്ലേ കാണാൻ. ഇതെല്ലാ ഫുഡിൻ്റെ കൂടി സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി. ഈ സമയത്താണല്ലോ നമുക്ക് വെറൈറ്റി ഡിഷുകൾ ഉണ്ടാക്കി വെക്കാൻ പറ്റുക. അപ്പോൾ ഓക്കെ, ബൈ.